കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ നിന്ന് ഇതാ ഒരു പുതിയ സെറ്റപ്പിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം എന്തൊരു വെറൈറ്റി വീഡിയോ ആണെന്നുള്ളത്. യെസ്, ഇതുവരെ ചെയ്യാത്തൊരു കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പ്രോഡക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ. അൺബോക്സിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഐഫോൺ 10 അതുപോലെ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു കുഞ്ഞ് പ്രോഡക്റ്റിനെയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് ഇതുപോലെ പ്രോഡക്റ്റ് റിവ്യൂസും അൺബോക്സിങ്ങും ഒക്കെ ആയിട്ട് വരും. അൺബോക്സിംഗ് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റൂല, കാരണം സാധനം കിട്ടിയപ്പോൾ തന്നെ ഞാനൊന്ന് പൊട്ടിച്ച് നോക്കി എന്താണെന്ന് അറിയണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടിയേ പറ്റുള്ളൂ. അപ്പോൾ എനിവേയ്സ് ഈ ഒരു കുഞ്ഞി പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം കേട്ടോ. യെസ്, DOCയുടെ കാർ ചാർജറാണിത്. വളരെ ഫാസ്റ്റ് ചാർജിങ് ആവുന്ന ഒരു ചാർജറാണ്. കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം കുഞ്ഞി പ്രോഡക്റ്റാണ്, ഭയങ്കര ഹാൻഡിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയണ്ടേ. എനിക്ക് കിട്ടിയപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കവർ മാത്രം നമ്മൾ റിമൂവ് ചെയ്തു എന്നേ ഉള്ളൂ. തുറന്നതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇങ്ങനെയാണുള്ളത് കേട്ടോ. യെസ്, ചെറിയ ടോർച്ചിനൊക്കെ പോലെ ഉണ്ട് അല്ലേ. ഭയങ്കര ഹാൻഡി ആയിട്ടാണുള്ളത്. DOCയുടെ ചാർജറാണിത്. ഇതിൻ്റെ മോഡൽ വരുന്നത് D575 എന്നുള്ള മോഡലാണ്. ഇതിൽ ആക്ച്വലി 3 ചാർജിങ് പോർട്ട്സ് ആണുള്ളത്. ആദ്യത്തേത് ടൈപ്പ് C പോർട്ട് ഉണ്ട്. രണ്ടാമത്തേത് നമ്മുടെ ക്വിക്ക് ചാർജിങ്ങിൻ്റെ ഒരു പോർട്ട് ഉണ്ട്. മൂന്നാമത്തേതായിട്ട് ഒരു USB പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വോട്ടും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതാണ് ഡോക്കയുടെ കാർ ചാർജർ. ഇതിൻ്റെ മോഡൽ വരുന്നത് D575 എന്നുള്ള മോഡലാണ്. ഇവിടെ നമുക്ക് ആ കമ്പനിയുടെ ആ ഒരു പേര് കാര്യങ്ങൾ കാണാം. പിന്നെ കുറച്ച് മോഡലിൻ്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ തന്നെ ഇവിടെ കാണാനും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് 11 to 30 വാട്ടാണ്. ഇതിൽ പ്രധാനമായിട്ട് 3 പോർട്ടുകളാണുള്ളത്. ഏറ്റവും മെയിലായിട്ട് ടൈപ്പ് C പോർട്ട് ഉണ്ട്. രണ്ടാമതായിട്ട് ക്വിക്ക് ചാർജിൻ്റെ USB പോർട്ട് ഉണ്ട്. മൂന്നാമതായിട്ട് നോർമൽ USB പോർട്ട് ഉണ്ട്. ഇപ്പോൾ ഈ 3 പോർട്ടുകളാണുള്ളത്. ആദ്യം തന്നെ ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ടൈപ്പ് C പോർട്ടിൽ 5 വാട്ട് 3 ആംപെയർ ആണ് വരുന്നത്. ക്വിക്ക് ചാർജർ USB പോർട്ടിൽ 5 വാട്ട് 3 ആംപെയർ ഉണ്ട്, 9 വാട്ട് 2.5 ആംപെയർ ഉണ്ട്, 12 വാട്ട് 2 ആംപെയർ ഉണ്ട്. ഇനി മൂന്നാമതായിട്ട് നോർമൽ USB പോർട്ട് നമുക്ക് കാണാം. ഇതാണ് കൂടുതൽ ആൾക്കാരുടെയും ഫോൺ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 5 വാട്ട് 2.4 ആംപെയർ ആണ് വരുന്നത്. ഈ ഫാസ്റ്റ് ചാർജിങ് പോർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ക്വിക്ക് ചാർജ് 3 ഇത് സാധാരണ ചാർജേഴ്സിനേക്കാളും 4 ഇരട്ടി ഫാസ്റ്റാണ്. ലാസ്റ്റുള്ള USB പോർട്ട് ആണെങ്കിൽ സാധാരണ മറ്റ് ചാർജേഴ്സിനേക്കാളും 2.5 ഇരട്ടി കുറച്ചുകൂടി സ്പീഡാണ് അല്ലെങ്കിൽ ഫാസ്റ്റാണ്. അൾട്രാ കോമ്പാക്ട് ഡിസൈൻ ആണ് ഈ ഒരു ഫാസ്റ്റ് ചാർജറിനുള്ളത്. പോക്കറ്റ് സൈസാണ്, ഭയങ്കര ഹാൻഡിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, ഈസി ടു ക്യാരി ആണ്. ഇതിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ നീളം കൊണ്ട് 78 mm ആണുള്ളത്. അതായത് ഒരു 3.07 ഇഞ്ചും. ഇതിൻ്റെ ഈ ഒരു വീതി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ അടുത്ത്, അതായത് 30 mm ആണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത്. ഈ ചാർജറിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സേഫ്റ്റീൻ്റെ കാര്യമാണ്. ടോട്ടൽ പ്രൊട്ടക്ഷൻ ആണ്. ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതുപോലെ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ടെമ്പറേച്ചർ കൺട്രോൾ അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഓവർ ചാർജിങ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ബിൽഡ് ഇൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം അതുപോലെ തന്നെ സ്മാർട്ട് IC ആണ് ഈ ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഏരിയ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. വേറൊരു കാര്യം ചാർജ് ഇൻ മൾട്ടി ഡിവൈസസ് ആണ്. നമുക്ക് ഒരേ സമയം 3 ചാർജ് പോർട്ടൽസും യൂസ് ചെയ്തിട്ട് 3 ഡിവൈസസ് അറ്റ് എ ടൈം ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു 1000 rupees ഇടയിൽ വരുന്ന ഒരു കാർ ചാർജർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ ഈ 3 പോർട്ടൽസും അറ്റ് എ ടൈം ഫാസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആപ്പിളിൻ്റെ ഡിവൈസസും അതുപോലെ തന്നെ സാധാരണ ആൻഡ്രോയിഡ് ഫോൺസും നമുക്ക് ചാർജ് ചെയ്യാം. ഇതിൽ അതേപോലെ ഇവിടെ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ചാർജർ കേടായാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഡോക്ക നമുക്ക് ഗ്യാരണ്ടി തരുന്നുണ്ട്. 24 മാസത്തെ വാറണ്ടിയും ഒപ്പം ലൈഫ് ടൈം കസ്റ്റമർ ഫ്രണ്ട്ലി സർവീസസും അവർ തരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഈ ചാർജർ ഇഷ്ടമായി, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ കാർ ചാർജർ ഏതെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും.
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു കാർ ചാർജർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ശരിക്കും 1000 റുപ്പീസിൻ്റെ താഴെ വരുന്ന ഒരു നല്ല കാർ ചാർജറാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ സെക്യൂരിറ്റിക്ക് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഈ അൺബോക്സിംഗ് വീഡിയോ നമ്മുടെ ഫസ്റ്റ് ടെക് മലയാളത്തിലെ അൺബോക്സിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഇപ്പോൾ ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് കാണാം. ടെക് മലയാളത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പ്രോഡക്ട്സിനെ കുറിച്ച് പറയാനോ എന്തെങ്കിലും ടെക് റിലേറ്റഡ് ആയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.